സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാക്കിയ മുൻതൂക്കം പ്രചരണത്തിലും നിലനിർത്താനായി എന്നതാണ് LDFന് ഗുണകരമായത്. എല്ലാ വാർഡിലും പ്രചരണം സജീവമാണ്. ഏതാനും ചില വാർഡുകളിൽ മാത്രമാണ് അടിയൊഴുക്കിനെ നേതൃത്വം ഭയപ്പെടുന്നത്. ഇടതുമുന്നണി പ്രചരണത്തിൽ മുന്നേറുമ്പോഴും പല സ്ഥലങ്ങളിലും UDF പ്രചരണം സജീവമായിട്ടില്ല. അവസാന ഘട്ടത്തിൽ ഇത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. എന്നാൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ UDF ഒരല്പം പിന്നിട്ട് നിൽക്കുന്നു. അത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് വന്നിരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ കൂടുതലാണ്. ഈവൻ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷൻ്റെ സ്വന്തം വാർഡായ പട്ടത്ത് പോലും UDFന് ഒരു ഒറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗോവധവും ദളിത് പീഡനങ്ങളും ചർച്ചാ വിഷയമായതോടെ തുടക്കത്തിലെ ആവേശം BJPക്കില്ല. SNDP സ്ഥാനാർത്ഥികൾ നിർത്തിയ പല സ്ഥലങ്ങളിലും RSS സജീവമായിട്ടില്ല. 6 സിറ്റിംഗ് സീറ്റുകളിൽ 5ഉം വനിതാ സംവരണമായത് മറ്റൊരു വെല്ലുവിളിയാണ്. ഇതിനിടയിലും അച്ചടക്കമുള്ള പ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഞങ്ങളിവിടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയ പശുവർത്തി തിന്നണേന് റോട്ടിൽ പോണേന് തല്ലണേന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയില്ല. പ്രചരണം ചൂടുപിടിക്കുമ്പോൾ വിജയം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. ആദ്യഘട്ടത്തിൽ നേടിയ മുൻതൂക്കം നിലനിർത്താൻ LDFന് ആകുമോ എന്നതും BJP നേടുന്ന സീറ്റുകളും നഗരഭരണത്തെ നിർണ്ണയിക്കും. ക്യാമറാമാൻമാരായ സനോഷിനും അരുൺ മോഹനുമൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 തിരുവനന്തപുരം.